അള്ളാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് 6 കാര്യങ്ങൾ കൊണ്ടാണ്. 6 കാര്യങ്ങളെ കൊണ്ടാ. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അള്ളാഹു പേടി കൊടുത്തിട്ട് പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പേടി തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും, ഭയം നൽകിയിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. റബീഉൽ അവ്വൽ മാസമാണല്ലോ. പള്ളിയിലെ ഖതീബ് ഉസ്താദ് എന്റെ പ്രിയമുള്ളവരെ റബീഉൽ അവ്വൽ 1 മുതൽ പ്രവാചകന്റെ ജീവിത ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 13 കൊല്ലം മക്കയിൽ ജീവിച്ചല്ലോ. അള്ളാന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്ക്. 13 കൊല്ലം മക്കയിൽ താമസിച്ചു. ഒരൊറ്റ രാത്രി പോലും അള്ളാന്റെ റസൂല് സമാധാനമായി ഉറങ്ങിയിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക് സഹോദരാ. ഒരൊറ്റ രാത്രി പോലും എന്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂല് സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. കാരണം മുസ്ലിമായതിന്റെ പേരില് എപ്പോഴും അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അള്ളാന്റെ റസൂലിന്റെ കണ്ണിന്റെ മുന്നിലിട്ടല്ലേ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരില് പടച്ചവരെ വസ്ത്രങ്ങളില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറക്കഷ്ടം എടുത്തു വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ, വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിച്ചപ്പോ, അല്ലാഹുവേ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പോ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതാ ബിലാൽ തങ്ങൾ പറയുകയാ, വിശന്നിട്ടെന്റെ പ്രിയമുള്ളവരെ ഒട്ടകത്തിന്റെ കാഷ്ടം പോലും എടുത്തു തിന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ തന്റെ യജമാനന്മാര് തിന്നിട്ട് ചവച്ച് തുപ്പിയ ഭക്ഷണമെടുത്ത് കടിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് വസ്ത്രം ഇങ്ങനെ പൊക്കിയിട്ട് നബിയോട് കാണിച്ചു കൊടുക്കുന്നു. നബിയേ, കമ്പി പഠിപ്പിച്ചിട്ട് പച്ച ഇറച്ചി എന്റെ കാലിൽ നിന്ന് കുത്തിയെടുത്തിരിക്കുന്നു നബിയേ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പീഡനങ്ങളായിരുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, വീടിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് ശത്രുക്കളെ മുഴുവനും അള്ളാന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. പ്രവാചകന് വീടിനകത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു വിരിപ്പിന്റെ മുകളിൽ കയറ്റി കിടത്തിയിട്ട് സൂറത്ത് യാസീനിലെ ആയത്തോതിയിട്ട് ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇറങ്ങി യാത്ര പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട്, നബിയേ, എന്റെ തോളിൽ കയറി നബിയേ, എന്റെ തോളിൽ കയറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ തോളിലേറ്റിയിട്ട് അതാ 2 കാലുകൾ 2 സൈഡിലാ വെച്ചത്. ഒരു കാൽ ഇങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് എതിർ ദിശയിൽ വെച്ചിട്ട് നടക്കുകയാ. അള്ളാന്റെ റസൂലിനെ തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. കാരണം കാൽപാടം നോക്കിയിട്ട് ശത്രുക്കൾ വരാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പ്രവാചകന് പടച്ചവന് ഭയം കൊടുത്താ പരീക്ഷിച്ചത്. നമ്മളെയും അള്ളാഹു ഭയം തന്ന് പരീക്ഷിക്കും. ശത്രുക്കളെ നമുക്കെതിരെ ഒറ്റക്കെട്ടായി തിരിയും. നമ്മൾ ഭയപ്പെടണ്ട, നമ്മൾ പേടിക്കണ്ട. എത്ര വലിയ ഭരണാധികാരികൾ വന്നാൽ, എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ അക്രമികൾ വന്നാൽ, ശത്രുക്കൾ ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസിയെ നീ ഭയപ്പെടണ്ട. അല്ലയാ നിന്റെ കൂടെയുള്ളത്. അല്ലയാ പറഞ്ഞത്, നിനക്ക് ഞാൻ ഭയം തന്ന് പരീക്ഷിക്കും, നീ പേടിക്കണ്ട. അത് റബ്ബിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ രണ്ടാമതായി പറയുകയാ, അല്ലാഹു തന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ.
വിശപ്പ് തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ, വിശപ്പ് തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ. അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, 3 വർഷമാണല്ലോ ശൈബ് അബീ താലിബിൽ പട്ടിണി കിടന്നത്. 1 വർഷമല്ല 2 വർഷമല്ല 3 വർഷക്കാലം പട്ടിണി കിടന്നല്ലോ. അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചില പറിച്ചിട്ട് തിന്നല്ലോ. സഹാബത്ത് പറയുകയാണ്, ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളെ പോലും പടച്ചവരെ വിശപ്പ് കാരണം എടുത്ത് കഴിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആട് കാസിക്കുന്നത് പോലെ പച്ചില പറിച്ച് തിന്നിട്ട് സഹാബത്ത് കാസിക്കുകയാ. അല്ലാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്ത് നോക്ക് പൊന്നുമോരെ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റില് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോയ പ്രവാചകര് അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, തന്റെ അനുചരന്മാര് മുഴുവനും വയറ്റത്ത് 1 കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ 2 കല്ല് വയറ്റിൽ കെട്ടിവെച്ചിട്ട് ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. നബിദിനം ആഘോഷിച്ചവരാണല്ലോ മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ വിശക്കുന്നു ആയിഷ, വല്ലതും തിന്നാ തരുമോ ആയിഷ? തന്റെ പ്രിയ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് വിശക്കുന്നു എന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. ആയിഷ ബീബി നിന്ന് കരയുകയോ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഭർത്താവിന് കൊടുക്കാൻ പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആയിഷ കരയണ്ട ആയിഷ, ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ വീട്ടിലെങ്ങാനും എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വീട്ടിലെങ്ങാണ് വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ, മണ്ണെണ്ണയുണ്ടല്ലോ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹദി ആയിഷ. ഓരോ നബിദിനം വരുമ്പോൾ ആഘോഷിച്ചാ പോരെ പൊന്നുമോര്. അല്ലാഹുവിന്റെ പ്രവാചകന് റബീഉൽ അവ്വൽ 11. എന്റെ പ്രിയമുള്ളവരെ, വൈകുന്നേര സമയമായപ്പോ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല, വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മിണ്ടാതെ മാറി നിൽക്കുകയാ. പ്രവാചകന് രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്. വിളക്ക് കത്തിക്കാത്തത് എന്തെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബി മിണ്ടാതെ നിൽക്കുകയാ. കാരണം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ചില്ല, ഒഴിക്കാനുള്ള എണ്ണയില്ല. ഇല്ലെന്ന് പ്രവാചകനോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുകയാ. കുറെ സമയം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഈ വീട്ടിലില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീബി ഇത് പറയുമ്പോ പ്രവാചകന് കടന്നു പറയുന്നു, അൽഹംദുലില്ലാഹ്, മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിനകത്ത് കത്തിക്കാറുള്ള വിളക്ക് കത്തിക്കാറുള്ള എണ്ണ പോലും ഇല്ലെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ചിരി വരികയാ. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചതായിരുന്നു. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ നടന്നു പോകുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നബിയേ? കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒന്നനുവാദം തരുമോ? ഒന്നനുവാദം തരുമോ? ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, അത് ഞാൻ സ്വർണമാക്കി തരാ നബിയേ, അത് ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാൽ ഈ പർവ്വതം അങ്ങയുടെ
കൂടെ വരും നബിയേ, ഒന്ന് അനുവാദം തരാൻ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ജിബ്രീൽ എനിക്ക് പാവപ്പെട്ടവനായി ജീവിക്കണം ജിബ്രീൽ, എനിക്ക് പാവപ്പെട്ടവനായി മരിക്കണം ജിബ്രീൽ, എനിക്ക് നാളെ പാവപ്പെട്ടവരുടെ കൂടെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണമെന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ അന്യമാര്യവൻ നിരോധിച്ചപ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ മക്കൾക്ക് പട്ടിണി കിടക്കാൻ അറിയുവോ? നമ്മുടെ മക്കൾക്ക് വിശപ്പ് കടിക്കാൻ സഹിക്കില്ല, വിശപ്പ് സഹിക്കാൻ കഴിയില്ല. പ്രവാചകനും തന്റെ അനുയായികളും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ചോദിക്കും, കല്ല് കെട്ടിയാ വിശപ്പ് മാറുവോ? ഇതൊക്കെ വിശ്വസിക്കാൻ മടിയാ, ഇതെല്ലാം വിശ്വസിക്കാൻ മടിയാ. എന്റെ പ്രിയമുള്ളവര്, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ റാണിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രവാചകന്റെ ചരിത്രം പഠിക്കു പെങ്ങള്, അള്ളാന്റെ റസൂലിന്റെ ജീവിത ചരിത്രം പഠിക്കു പൊന്നുമോള്. വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, രണ്ട് ചെറിയ മക്കളും കടന്ന് കരയുകയാണ്. വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മകളോട് പറഞ്ഞു, മക്കള് കരയുന്നു ഫാത്തിമ, പാല് കൊടുക്കു ഫാത്തിമ. പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു. സഹാബത്തിന്റെ മുന്നിലിരുന്നിട്ട് നസീഹത്ത് നടത്തുകയാ. പക്ഷേ വീടിനകത്ത് നിന്ന് മക്കള് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. രണ്ടാമതും പറഞ്ഞു, കരച്ചലു തീരുന്നില്ല. മൂന്നാമതും കരയുന്ന ശബ്ദം കേൾക്കുകയാ. പ്രവാചകന് വിളിച്ചു പറഞ്ഞു, മോളെ മക്കള് കരയുന്നത് കണ്ടില്ലേ, പാല് കൊടുക്കു ഫാത്തിമ. മൂന്നാമതും പറഞ്ഞിട്ട് കരച്ചല് തീരാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, ദേഷ്യപ്പെട്ടുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നിട്ട് തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വഴക്ക് പറയുകയാ. എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്ത്? ഇവര് കടന്ന് കരയുന്നത് കണ്ടില്ലേ ഫാത്തിമ, എന്തേ പാല് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളിരുന്ന് കരയുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അടുത്ത് ചെന്നിട്ട് താടിയിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ മാ തബ്കീകി ആ ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്, എന്തേ പൊന്നുമോളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീബി എന്ന പൊന്നുമോള് പറയുന്നു, ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ മക്കള് പാലിന് വേണ്ടി കരഞ്ഞപ്പോൾ, എന്റെ മക്കള് പാലിന് വേണ്ടി കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് ഞാൻ അവർക്ക് പാല് കുടിക്കാൻ കൊടുത്തു. എന്റെ മക്കളുടെ വായിലേക്ക് എന്റെ മാറിടമെടുത്ത് വെച്ചു. അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ വന്നപ്പോ ദേഷ്യം കാരണം എന്റെ മക്കൾ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് അതിലൂടെ രക്തം വരുന്നു വാപ്പാ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുകയാ, പെങ്ങളെ നീ പാല് കൊടുക്കുമ്പോ നിന്റെ കുഞ്ഞൊന്നറിയാതെയൊന്ന് കടിച്ചാ നിന്നെ കൊണ്ട് കഴിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തം വരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഏത് വാപ്പയ്ക്കാ സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുകയാണ്. പ്രവാചകനെ തലകുനിച്ചുകൊണ്ട് വീടിനകത്ത് നിന്നിറങ്ങുകയാ. ഒരാളുടെ മുന്നിലും കൈ
നീട്ടാൻ പോയില്ല. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ നിറകണ്ണുകളോടെ നടക്കുകയാണ്. മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ കിലോമീറ്ററുകളോളം നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തല താഴ്ത്തി പിടിച്ചിട്ട് നടന്നു പോവുകയാ. എന്റെ പൊന്നുമോക്ക് ഭക്ഷണം കഴിക്കാ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. നടന്നങ്ങ് ദൂരച്ചതാ ഒരു ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിനകത്തൊരു അറാബി നിൽക്കുകയാ. ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നാ മനുഷ്യനറിയില്ല. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ ആ അറാബിയോട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറയുന്നു, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പനം മനം നിറച്ചാല് ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമാവുകയാണ്. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് മരം മുഴുവനും നനച്ചു. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി. ഈന്തപ്പന മരങ്ങളെ മുഴുവനും നനയ്ക്കുകയാണ്. നാലാമത് വെള്ളം കോരാറ് അല്ലാഹുവിന്റെ റസൂല് തൊട്ടികിടത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ് കയറടിഞ്ഞിട്ട് തൊട്ടികിണറ്റിൽ വീഴുകയാ. കയറടിഞ്ഞിട്ട് തൊട്ടിക്കിണറ്റിൽ വീഴുകയാണ്. വെള്ളത്തിലേക്ക് തൊട്ടി വീഴുകയോ. അറാബിക്ക് ദേഷ്യം വന്നു. അറാബി അടുത്ത് വന്നിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കബളിലടിക്കുകയാണ്. ആ അറാബിക്കറിയില്ലല്ലോ ഇത് ലോകത്തിന്റെ നേതാവാണെന്ന്. വെള്ളത്തിൽ കിണറ്റിലേക്ക് തൊട്ടി വീണപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കബളിലടിക്കുകയാ. പ്രവാചകനൊന്നും മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിന്റെ ഭാഗത്ത് നിന്നിട്ട് പ്രവാചകൻ എങ്ങനെയെങ്കിലും തൊട്ടിയെടുത്തു. എന്നിട്ട് മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി തൊട്ടി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്റെ കൂലിയൊന്ന് തരുവോ? ഞാൻ വെള്ളം കോരിയതിന്റെ കൂലിയൊന്ന് തരുവോ? അല്ലാഹുവിന്റെ റസൂല് ദേഷ്യപ്പെട്ടില്ല. ആ മനുഷ്യന് 9 കാരക്കയെടുത്ത് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂല് കടക്കുകയാണ്. 9 കാരക്ക കൂലി കിട്ടിയപ്പോ യഹൂദി അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒന്ന് ദേഷ്യപ്പെട്ടില്ലല്ലോ, ഞാൻ തല്ലികെട്ട മനുഷ്യൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചിരിക്കുന്ന മുഖത്തോടെ 9 കാരക്കയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, 2 കൊച്ചുമക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളുടെ വായിലേക്ക് ഈന്തപ്പഴമെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊളിച്ചു കൊടുക്കുകയാ. ആ സമയമുണ്ടല്ലോ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈകൊണ്ട് മുഖമിങ്ങനെ മറയ്ക്കുകയാ. മുഖമെല്ലാം ചുമന്ന് തുടുത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. ആ മനുഷ്യന്റെ കൈപാടുകൾ പ്രവാചകന്റെ മുഖത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കുനിഞ്ഞിരിക്കുകയാ, കൈകൊണ്ട് മറച്ചു പിടിക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കൈ പിടിച്ചിട്ട് മാറ്റുമ്പോ ഫാത്തിമാന്റെ ഹൃദയം പൊട്ടിപ്പോവുകയാ. എന്റെ പ്രിയമുള്ളവര്, ഇതുപോലെ പട്ടിണിയും വിശപ്പും കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു പരീക്ഷിച്ചത് നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, റബ്ബിന് ഇഷ്ടം കൂടിയതിന്റെ പേരിലാണ്. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിനക്ക് പട്ടിണി തരുന്നത്, അല്ലാഹു നിനക്ക് വിശപ്പ് തന്നത് നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ അടിമയെ പരീക്ഷിക്കുന്ന 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അവന്റെ സമ്പത്ത് ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയാ, അവന്റെ കച്ചവടം നഷ്ടത്തിലാവുകയാ, അവനെ കടക്കാരനാക്കുകയാ. എന്റെ പ്രിയമുള്ള
പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പടച്ചവൻ നിന്നെ വേദനിപ്പിക്കുന്നത്. 500 1000 നിരോധിച്ചിട്ട് നിന്നെ ബാങ്കിന്റെ മുന്നിൽ കൊണ്ട് ക്യൂ നിർത്തുന്നത് അല്ലാഹുവിന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. കച്ചവടം നഷ്ടത്തിലാക്കിയത്, കടലിൽ മീൻ പിടിക്കാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിഞ്ഞു വരുമ്പോ മീനില്ലാതെ നീ കഷ്ടപ്പെട്ട് തിരിച്ചു വന്നത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല സഹോദരാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിനക്ക് സ്വർഗം പകരം തരാനാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ അള്ളാന്റെ റസൂലിന്റെ കാലിന്റെ അടിയിലുള്ള ആ മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. ഒരു സെന്റ് പോയിട്ട് അള്ളാന്റെ റസൂലിന്റെ കാലിന്റെ അടിയിലുള്ള മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. ഒന്നുമില്ലാതെയല്ലേ മദീനയിലേക്ക് കടന്നുപോയത്. എല്ലാ പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് പോയില്ലേ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് പോയില്ലേ. പാവങ്ങൾക്കും യതീമീങ്ങൾക്കും രോഗികൾക്കും പാവപ്പെട്ട പെൺകുട്ടികൾക്കും വേണ്ടി കൊടുക്കു ചെറുപ്പക്കാരാ. വാരിക്കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാരാ. എന്റെ പ്രിയമുള്ളവര്, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാ. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പണത്തിനെ സ്നേഹിക്കുന്നവര്, പണമാണ് വലുതെന്ന് വിശ്വസിക്കുന്നവര്, അത് ഏത് മാർഗത്തിലൂടെ സമ്പാദിക്കണമെന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്നവര്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവര്. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ് താടിരോമത്തിലൂടെ കണ്ണുനീര് താഴേക്ക് വീഴുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്അബേ, നിന്റെ പഴയകാല ഞാനൊന്ന് ഓർത്തുപോയി മിസ്അബേ. പാതിരാത്രി കടന്നു വന്ന ചെറുപ്പക്കാരാ, ആരാണ് മിസ്അബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു മിസ്അബ്. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. എടാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വർണത്തിന്റെ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ധരിച്ചിരുന്നത് സ്വർണത്തിന്റെ വസ്ത്രമായിരുന്നു. പൊന്നുമോനെ, സുഗന്ധം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനാ മിസ്അബ്. ഒരിക്കൽ തേക്കുന്ന സുഗന്ധം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തേക്കൂല. അല്ലാഹുവേ, മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കുതിരയുടെ മുകളിൽ ഇരുന്ന് വരുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നടാ. ഒരു നോക്ക് കാണാ, ആ ചെറുപ്പക്കാരന് കുതിരയിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. വീട് ഭരിച്ചിരുന്നത് മിസ്അബിന്റെ ഉമ്മയായിരുന്നു. വാപ്പയ്ക്ക് പോലും തന്റെ ഭാര്യയെ പേടിയായിരുന്നു. മിസ്അബ് വല്ലാതെ പേടിച്ചിരുന്നു. അവസാനം മിസ്അബ് മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് തല്ലിച്ചതച്ചിട്ട് കെട്ടിയിടുകയാണ്. തന്റെ പൊന്നുമോനെ പട്ടിണിയിടുകയാണ്. എന്തു ചെയ്തിട്ടും അവസാനം തന്റെ പൊന്നുമകൻ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോകാറ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല പടച്ചവരെ വീടിനകത്തിരിക്കുകയാണ്. വീട്ടിലെ വേലക്കാര് മുഴുവനും മിസ്അബ്
മിസ്സബിനെ വീടിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്, ശരീരത്തിലൂടെ രക്തമൊലിക്കുകയാണ്. അവസാനം എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നുമോ നന്നാകുന്നില്ലെന്ന് കണ്ടപ്പോ ഉമ്മ പറയുന്നു, ഇവനെ വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. മിസ്സബ് റളിയല്ലാഹു തആല ഇവര് വീട്ടിലെ ജോലിക്കാരെ മുഴുവനും തല്ലിച്ചതച്ചിട്ട് വീടിന്റെ വെളിയിൽ വലിച്ചെറിയുമ്പോ മിസ്സബ് റളിയല്ലാഹു തആല ഇവരോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മിസ്സബേ, ഇവിടെ നിന്ന് നീ പോയാ എന്റെ സമ്പത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്സബേ. എന്റെ പൊന്നുമോനെ ഒരുപാട് കോടികളുടെ ആസ്തിയുള്ളവനാടാ. മിസ്സബ് റളിയല്ലാഹു തആല ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ എനിക്കെത്ര കോടിയുടെ ആസ്തിയുണ്ടെന്ന് ചോദിക്കുമ്പോ, എനിക്കെത്ര സമ്പത്തുണ്ടെന്ന് ചോദിക്കുമ്പോ മിസ്സബ് റളിയല്ലാഹു തആല ഇവരോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് പറയുന്നു, പൊന്നുമോനെ, മക്കയുടെ പകുതിയും നിന്റെതാ പൊന്നുമോനെ, മക്കയുടെ പകുതിയും നിന്റെ സ്വത്താടാ. നീ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ 1 രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറയുമ്പോ മിസ്സബ് റളിയല്ലാഹു തആല വീട്ടിൽ നിന്നിറങ്ങി പോകാ സമയത്ത് തന്റെ ഉമ്മ അതാ മിസ്സബ് റളിയല്ലാഹു തആല എഴുന്നേറ്റിട്ട് ഇട്ടിരുന്ന വസ്ത്രമൂരുകയാണ്, ഇട്ടിരുന്ന വസ്ത്രമൂരി തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട്, ഉമ്മ, ഇത് നിങ്ങളുടെ സമ്പത്താ, എനിക്ക് നിങ്ങളുടെ സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ അവിടെന്ന് പറയുന്നു, മിസ്സബേ, ഇനി നീ എന്നെ ഉമ്മാന്ന് പോലും വിളിക്കല്ലേ മിസ്സബേ. ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരല്ലേ മിസ്സബേ. തന്റെ ഉമ്മ തന്റെ പൊന്നുമോനെ ശപിക്കുകയാ. മിസ്സബ് റളിയല്ലാഹു തആല വരെ മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ ശപിക്കുകയാ. മിസ്സബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. എന്തിനാ പ്രവാചകനെ കരഞ്ഞതെന്നറിയോ? പണം വാരിക്കൂട്ടാൻ നടക്കുന്നവരെ, അല്ലാഹുവിനെക്കാളും മുകളിൽ പണത്തിനെ കാണുന്നവരെ, മിസ്സബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോ ഇട്ടിരുന്ന വസ്ത്രമുണ്ടല്ലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട്, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, മിസ്സബേ, എന്തിനാ മിസ്സബേ ഇങ്ങനെ നടക്കുന്നത്? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? മിസ്സബ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഓരോ പ്രാവശ്യം എന്റെ വസ്ത്രം കീഴുമ്പോഴും തയ്ക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാ നബിയേ. എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്നറിയുമോ? മക്കയുടെ പകുതിയും എന്റെ വാപ്പയുടേതായിരുന്നു. പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. എന്റെ ഉമ്മ പോയപ്പോഴും ഒന്നും കൊണ്ടുപോയില്ലല്ലോ. ഈ മിസ്സബ് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ലല്ലോ. ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ഞാൻ നടക്കുന്നത് എന്തിനാണെന്നറിയുമോ നബിയേ? എനിക്ക് സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന സഹാബത്ത് പോലും ഈ മറുപടി കേട്ടിട്ടിരുന്ന് കരയുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അവസാന മുഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ഒരു മയ്യത്തെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബത്തോടി വരികയാ. ഒരു ജനാസ തൂക്കിയെടുത്തിട്ട് എല്ലാരും കരഞ്ഞുകൊണ്ട് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നോക്കുകയാ. ആരുടെ ജനാസയാണ്? ആരുടെ ജനാസയാ? എല്ലാവരും കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാ. മഹാനായ സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? യാ സ്വഹാബ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് പറയുന്നു, നബിയേ,
മയ്യത്ത് പൊതിയാൻ കഫൻ തുണി തികയുന്നില്ല നബിയേ. സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. തുണി തികയുന്നില്ല, കഫൻ തുണി പോലെ തികയുന്നില്ല. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ തലമറച്ചിട്ട് കഫൻ പൊതി സഹാബാ. അല്ലാഹുവേ, തലമറച്ചിട്ട് കഫൻ പൊതിയുകയാണ്. കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ, കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ. മറയ്ക്കാൻ തുണിയില്ല, കഫൻ പൊതിയാ തുണിയില്ല. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ ആ കാണുന്ന പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കഫൻ പൊതി സഹാബാ. സഹാബത്ത് ഓടിച്ചെന്നിട്ട് പുല്ല് പറിച്ചു കൊണ്ടുവരികയാ. ആ ചെറുപ്പക്കാരന്റെ കാലില് പുല്ല് വെച്ച് കെട്ടിയിട്ട് കഫൻ പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും മയ്യത്ത് കബറിനകത്ത് കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാലിൽ കെട്ടിവച്ചിരിക്കുന്ന പുല്ലഴിഞ്ഞ് കബറിലേക്ക് വീഴുകയാ. സഹാബത്ത് മുഴുവനും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ താടിയിലൂടെ കണ്ണുനീരൊലിക്കുകയാണ്. മയ്യത്ത് കബറിനകത്ത് വെച്ച സഹാബി കബറിന്റെ ചാരത്തിരുന്നിട്ട് കബറിനകത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഒരാൾ പോലും സംസാരിക്കുന്നില്ല. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറയുന്നു, സഹാബത്തേ മരിച്ചാൽ ഇങ്ങനെ മരിക്കണം സഹാബാ, മരിച്ചാ ഇതുപോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇതുപോലെ മരിക്കണം. ഒരു തന്റെ സമ്പത്തും തന്റെ ജീവിതവും തന്റെ ശരീരവും സർവ്വതും അല്ലാഹുവിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പണത്തിന് ഒരുപാട് മോഹിക്കല്ലേ. അല്ലാഹ് നിനക്ക് പണം തന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഒരിക്കലും നീ തെറ്റിദ്ധരിക്കല്ലേ. അല്ലാഹു നിന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ട്, നിന്റെ താടിയുടെ നീളം കണ്ടിട്ട്, നിന്റെ കുടുംബ മഹിമ കണ്ടിട്ട്, ഇതൊന്നും കണ്ടിട്ടല്ല അല്ലാഹ് നിനക്ക് സമ്പത്ത് തന്നത്. മനുഷ്യ, നിന്നെ പരീക്ഷിക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 വർഷം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹ് നിനക്ക് പണം തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതരുത്, പരീക്ഷിക്കാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, 3 അല്ലാഹു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തും, അവന്റെ കച്ചവടം നഷ്ടപ്പെടുത്തും, അവന് രോഗങ്ങൾ കൊടുക്കും, അവന്റെ മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു